റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ ജനങ്ങൾക്ക് ഒരു ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ കൂട്ടത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും സുർജുദ് ദുനിയ വ മസാബിഹുൽ ആഖിറ. ജനങ്ങളെ നിങ്ങൾ ഉലമാവിനോട് പിൻപറ്റണം. ഉലമാ അവർ ദുനിയാവിൻ്റെ വിളക്കുകളും ആഖിറത്തിൻ്റെ വെളിച്ചവുമാണ് ഉലമാ. അതുകൊണ്ട് ഉലമാവിനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അവർ ദുനിയാവിൻ്റെ വിളക്കുകളാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ തുളിയു ഫിൽ അർളി ലി അഹ്ലി സമായി കമാ തുളിയു നജൂമു ഫിസ് സമായി ലി അഹ്ലിൽ അർള്. മൂന്ന് കാര്യങ്ങൾ ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ അയലുകാർക്ക് ഭൂമിയിൽ അത് നല്ലൊരു വിളക്ക് പോലെയായിട്ട് വെളിച്ചം നല്ല തിളങ്ങുന്നതായിരിക്കുന്ന ഒരു വിളക്ക് പോലെയായിട്ട് കാണാൻ സാധിക്കും. ഏതുപോലെ ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലുള്ളതായിരിക്കുന്ന നക്ഷത്രങ്ങൾ അത് വിളക്കായി കാണും പോലെ ആകാശത്തിലുള്ളവർക്ക് ഭൂമിയിൽ മൂന്ന് കാര്യങ്ങൾ ഇത് വിളക്കായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. അത് ഒന്ന് ഹുയൽ മസാജിദ്, അല്ലാഹുവിൻ്റെ പള്ളികളാണ്. രണ്ടാമത്തേത് ബൈത്തുൽ ആലിം, പണ്ഡിതന്മാരുടെ വീട്, പണ്ഡിതന്മാർ താമസിക്കുന്ന വീട്. അതുപോലെ മൂന്നാമതായി പറഞ്ഞത് ഹാഫിദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളാക്കുന്നവർക്കുള്ള വീട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉലമാ അവർ ദീനിൻ്റെ വിളക്കുകളാണ്. ദുനിയാവിൽ പ്രകാശിക്കുന്നതായിരിക്കുന്ന വിളക്കുകളായിട്ട് ആകാശത്തിൽ ഇവർക്ക് കാണാൻ സാധിക്കുമെന്ന്, അതുപോലെ ആ ഉലമാവിനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ദീൻ കാര്യത്തിന് നേതൃത്വം നൽകേണ്ടത് ബഹുമാനപ്പെട്ട ഉലമാ ആണ്. ഉമറാവ് അതിന് പരിപൂർണമായിരിക്കുന്ന പിന്തുണയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉലമാവും ഉമറാവും ഒത്തുകൂടിയും കൊണ്ടൊരു കാര്യം നടത്തിയാൽ അത് വിജയിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് ഇപ്പോൾ നമുക്ക് വന്നതായിരിക്കുന്ന വഖഫിൻ്റെ പ്രതിസന്ധി. അത് നാം തരണം ചെയ്യേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ അവർക്കുള്ള ഇബാദത്തായിട്ട് ആരാധനയായിട്ട് അംഗീകരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെല്ലാം ഇവിടെ ഈ